അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റി ചെക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നത് ഏതാണ്? അസോസിയേറ്റിവിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ, ജനറലായിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മറ്റൊരു ഹോൾ നമ്പർ, അതുപോലെ തന്നെ സി എന്ന് പറയുന്ന വേറൊരു ഹോൾ നമ്പർ, 3 നമ്പേഴ്സിനെ എടുത്തു. അത് 3 നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ആഡ് ചെയ്യണത് ബി പ്ലസ് സി ആഡ് ചെയ്യുക, എന്നിട്ട് എയുമായിട്ട് ആഡ് ചെയ്യുക. ഇത് എന്തിന് ഈക്വലായിരിക്കണം? എയും ബിയും ആദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ സി ആഡ് ചെയ്തതിന് ഈക്വലായിരിക്കണം. സംഭവമൊന്നുമില്ല, നമ്മൾ 3 നമ്പേഴ്സ് എടുത്തു. 3 നമ്പേഴ്സ് എടുത്തിട്ട്, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു നമ്പർ, ബി എന്ന് പറയുന്ന ഒരു നമ്പർ, സി എന്ന് പറയുന്ന ഒരു നമ്പർ. എന്നിട്ട് നമ്മൾ ആദ്യം ബിയും സിയും ആഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ കൂടെ എ ആഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം എയും ബിയും ആഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ കൂടെ സി ആഡ് ചെയ്തു. രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം അത് അസോസിയേറ്റീവ് ആണ് എന്ന് പറയാം. ഇനി കൂടുതൽ എക്സാമ്പിൾ നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ എഴുതി വയ്ക്കാം. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്നോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ എഴുതാം, ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് എക്സാമ്പിളോട് കിടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ 2 നമ്പർ എടുത്തു, 3 നമ്പർ എടുത്തു, 4 നമ്പർ എടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യണത് 3യും 4ഉം ആഡ് ചെയ്തു. 3യും 4ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 + 4 = 7 ഈക്വൽ ടു 2 + 7 ഈക്വൽ ടു എന്താണ്? 9 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അതുപോലെ നമുക്ക് ഇവിടെ വായിക്കാം. ഇനി നമ്മൾ 2 + 3 ആദ്യം ആഡ് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ 4 ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. 2 + 3ൻ്റെ വാല്യൂ എന്താണ്? 5. 5 + 4 ഈക്വൽ ടു എന്താണ്? 9. 2 9 അല്ലേ? അത് നമ്മൾ എന്താ ചെയ്തത്? 3 + 4 ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് 2 ആഡ് ചെയ്തത്. ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? 2 + 3 ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 4 ആഡ് ചെയ്തത്. രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരേ നമ്പർ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് പറയാം അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. കൂടുതൽ എക്സാമ്പിൾ നോക്കാം. മറ്റേൻ്റെ അത്ര സുഖം ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നില്ല, പക്ഷേ സംഭവം സുഖമാണ്. ഓക്കെ അല്ലേ? നമുക്ക് ചെറിയ നമ്പർ, ഒന്നുകൂടി ചെറിയ നമ്പർ എടുക്കാം. 1ഉം 2ഉം 3യും. നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? 2നെയും 3നെയും ഫസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ 1 അവിടെ തന്നെ. 1 + 2 + 3 എന്താണ്? 5. 1 + 5 എത്രയാണ്? 6. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? 1 + 2 ആദ്യം ആഡ് ചെയ്യാണ്, പിന്നെ നമ്മൾ 3 ആഡ് ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പോൾ 1 + 2 ആഡ് ചെയ്താൽ 3. 3 + 3 = 6. അപ്പോൾ ഇതും 6 ആണ്, ഇതും 6 ആണ്. അപ്പോൾ നമുക്ക് പറയാം അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇനി സബ്സ്ട്രാക്ഷൻ്റെ കേസ് നോക്കാം. സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് 2 നമ്പേഴ്സ്, 4 - 3 - 2. ആദ്യം നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? 3 - 2 മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ 4 - 3 - 2ൻ്റെ വാല്യൂ 1. 4 - 1 = 3. 4 - 1 = 3. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് 4 - 3 ആദ്യം ചെയ്യാം, എന്നിട്ട് -2 ചെയ്യാം. ഈക്വൽ ടു 4 - 3ൻ്റെ വാല്യൂ എന്താണ്? 1. 1 - 2ൻ്റെ വാല്യൂ എന്താണ്? -1. -1ഉം 3യും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് പറയാം സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. അതിങ്ങനെ കളർ മാറ്റി മാറ്റി കളിക്കാം. നമുക്ക് അടുത്ത എക്സാമ്പിൾ 4 - 5 - 6. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 5ഉം 6ഉം മൈനസ് ചെയ്യാം. ഈക്വൽ ടു 4 - 5 - 6 എന്താണ്? -1. 4 - -1 = 5. 4 + 1 ആവും. ആൻസർ ഈസ് 5. നെക്സ്റ്റ് 4 - 5 ആദ്യം ചെയ്യുക, എന്നിട്ട് -6 ചെയ്യാം. ഈക്വൽ ടു 4 - 5ൻ്റെ വാല്യൂ -1. -1 - 6 ഈസ് -7. ഒന്ന് -7ഉം ഒന്ന് +5 ആണ് കിട്ടിയത്. ഈക്വൽ ആണോ? അല്ല. സോ സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഓക്കെ അല്ലേ? 3 7 × 2 × 5 ഈക്വൽ ടു
എന്ത് ചെയ്തു 7 ഇൻറ്റു 2 ഇൻറ്റു 5. അപ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞത് എന്താണ് 7 ഇൻറ്റു 2 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ 7 ഇൻറ്റു 2 ഇൻറ്റു 5 ഈസ് 10, 10 ഇൻറ്റു 7 ഈസ് 70. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് അത് നോക്കാം. നെക്സ്റ്റ് ഈ ഭാഗം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതെന്താണ് 7 ഇൻറ്റു 2 ഫസ്റ്റ് ചെയ്യുക, ഇൻറ്റു 5 ചെയ്യുക, ഈക്വൽ ടു 7 ഇൻറ്റു 2 ഈസ് 14 ഇൻറ്റു 5. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അറിയണം. 14 നമുക്ക് എവിടെ ചെയ്യാം? ഓക്കെ, 14 ഇൻറ്റു 5. 4 ഇൻറ്റു 5 ഈസ് 20, റിമൈൻഡർ ഈസ് 2. 1 ഇൻറ്റു 5 5, 5 പ്ലസ് 2 ഈസ് 7, 70. ഇതിൻ്റെ ആൻസർ 70 കിട്ടി. ഇവിടെ ആൻസർ നമുക്ക് എന്താ കിട്ടിയത്? 70 ആണ് കിട്ടിയത്. രണ്ടും ഈക്വൽ അല്ലേ? ഒന്നും കൂടെ വേറെ നമ്പർ 5 ഇൻറ്റു 2 ഇൻറ്റു 4 എടുക്കാം. അത് നമുക്ക് 2 ഇൻറ്റു 4 ചെയ്യാം. ദെൻ 5 ഇൻറ്റു 8 ഈക്വൽ ടു 40. ഇതൊക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 5 ഇൻറ്റു 2 ആദ്യം ചെയ്യാം, ദെൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 2 ഈസ് 10, ദെൻ 10 ഇൻറ്റു 4 ഈസ് ആൾസോ 40. സോ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ? ഇതിന് ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ബി ഇൻറ്റു സി. ആദ്യം ബി ഇൻറ്റു സി ചെയ്തു, ഈക്വൽ ടു എ ഇൻറ്റു ബി ചെയ്തിട്ട് ഇൻറ്റു സി. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി ഡിവിഷൻ നോക്കാം. ഡിവിഷൻ്റെ കേസിൽ നമുക്ക് 8 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് 4 ഡിവൈഡ് ബൈ 2 ഈസ് 2. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 8 ഡിവൈഡ് ബൈ 2 ഈസ് 4. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. 8 ഡിവൈഡഡ് ബൈ 4 ആദ്യം ചെയ്യാം, ദെൻ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 8 ഡിവൈഡ് ബൈ 4 എന്താ? 8 ബൈ 4ൻ്റെ വാല്യൂ എന്താണ്? 2 ആണല്ലേ? അപ്പോൾ 2 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ആൻസർ ഈസ് 1. രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. എല്ലാം ഒരേ മെത്തേഡ് തന്നെ. സെറ്റല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് അസോസിയേറ്റിവിറ്റിയിൽ ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സബ്സ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. കണ്ടല്ലോ? അഡീഷൻ ഈസ് അസോസിയേറ്റീവ്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്, സബ്സ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആർ നോട്ട് അസോസിയേറ്റീവ്. അപ്പോൾ ഓക്കെ, ഇനി ഇൻഡിജേഴ്സിൻ്റെ കേസ് നോക്കിയാൽ നമുക്ക് ഇവിടെയുള്ള എക്സാമ്പിൾ തന്നെ നോക്കിയപ്പോൾ ടെക്സ്റ്റ് ബുക്കത്തെ എക്സാമ്പിൾ. ഇൻഡിജേഴ്സിൻ്റെ കേസിൽ ആദ്യം അവരെന്താണ് ചെയ്ത്? -2 പ്ലസ് -2 3 -4 ആണ്. ആദ്യം 3 പ്ലസ് -4 ചെയ്തു. 3 പ്ലസ് -4. 3 പ്ലസ് -4 എന്ന് വെച്ചാൽ എന്താണ്? 3 -4. 3 -4ൻ്റെ വാല്യൂ -1 ആണ്. അതിനോട് കൂടി എന്ത് ആഡ് ചെയ്യണം? -2 ആഡ് ചെയ്യണം. അപ്പോൾ -2 -1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? -3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം, നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ആദ്യം -2 പ്ലസ് 3 പ്ലസ് -4. അപ്പോൾ -2 പ്ലസ് 3 പ്ലസ് -4ൻ്റെ വാല്യൂ 3 -4. അപ്പോൾ -2 പ്ലസ് -1 ആൻസർ ഈസ് -3. ഇനി നെക്സ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ്? നെക്സ്റ്റിൽ -2 പ്ലസ് 3 ആദ്യം ചെയ്യാം, ദെൻ പ്ലസ് -4 ആണ് ചെയ്യേണ്ടത്. ഈക്വൽ ടു -2 പ്ലസ് 3ൻ്റെ വാല്യൂ 1 ആണ്. 1 പ്ലസ് -4 ദാറ്റ്സ് ഈക്വൽ ടു -3. രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം അഡീഷൻ ഈസ് അസോസിയേറ്റീവ് ഇൻ കേസ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഒന്നും കൂടെ പറയാം, ഇവിടെ ക്ലിയറായി കാണുന്നില്ല അല്ലേ? നമുക്ക് ഇവിടേക്ക് പറയാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. -2 ഒരു നമ്പർ, -5 ഒരു നമ്പർ, -4 മറ്റൊരു നമ്പർ. നമ്മൾ ആദ്യം ഈ സെക്കൻഡും തേർഡ് നമ്പറിന് ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്പറിന് ആഡ് ചെയ്യാം. ഈക്വൽ ടു -5 -4 -2 അവിടെ തന്നെ, ദെൻ പ്ലസ് -5 -4ൻ്റെ വാല്യൂ -9. -2 പ്ലസ് -9 ഈസ് -2 -9 ദാറ്റ്സ് ഈക്വൽ ടു -11. -11 ആണ് കിട്ടിയത്. ഇനി നമുക്ക് -2 പ്ലസ് -5 ആദ്യം ചെയ്യാം, ദെൻ പ്ലസ് -4 ചെയ്യാം.
ഈക്വൽ ടു -2 -5 -7 ദെൻ -4 ഈക്വൽ ടു എത്രയാണ് -11. രണ്ടും ഈക്വൽ അല്ലേ? ഇവിടെ -11 ഇവിടെ -11. സോ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. എല്ലാത്തിനും സെയിം പ്രൊസീജിയേഴ്സാണ് കേട്ടോ. ഇനി സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ ആക്കണം 5 - 7 - 3 എന്നാണ് നമ്പേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് 5 - 7 - 3. അപ്പോൾ 5 - 7 - 3 ചെയ്ത് കഴിഞ്ഞാൽ 4. 5 - 4 ഈസ് 1. ഇനി തിരിച്ച് 5 - 7 ആദ്യം ചെയ്യുന്നു, ദെൻ -3. 5 - 7 ഈസ് -2. -3 ഈസ് ഈക്വൽ ടു -5. ഈക്വലാണ്. ഒന്ന് -5ഉം ഒന്ന് 1ഉം ആണ് കിട്ടിയത്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ, സോ സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. അത്രയേ ഉള്ളൂ. ഒക്കെ ഒരേ മെത്തേഡാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് നോക്കാം. ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ആ നമ്പർ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. അത് കൊടുത്തിരിക്കുന്നത് ഇതാ, ഇവിടെ ഒരു ബ്രാക്കറ്റിൻ്റെ കുറവുണ്ട് അല്ലേ. 5 × -5 × -8 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ഇൻറ്റു മൈനസും മൈനസും പ്ലസ് ആവും 7 8. 7 × 8ൻ്റെ വാല്യൂ എത്രയാണ്? 56. ഓക്കെ അല്ലേ? ദെൻ 56 × 5. 56 × 5 എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 56 × 5. 6 × 5 ഈസ് 30. 5 × 5 ഈസ് 25. 25 + 3 ഈസ് 28. 280 എന്ന് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇങ്ങനെ 5 × -7 ദെൻ × -8. 5 × -7 ഈസ് -35 × -8. അപ്പോൾ നമുക്ക് 35 × 8 ചെയ്താൽ മതി അല്ലേ. 8 5 40. ശിഷ്ടം ഈസ് 4. 3 8 24. 24 28. 280. Here is 280 and here is also 280. So both are same. So we can say that multiplication is associative. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കുറച്ചുകൂടി വലിയ നമ്പർ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. സിമ്പിൾ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, സിമ്പിൾ നമ്പേഴ്സിൽ നമുക്ക് ചെറിയ നമ്പേഴ്സ് എടുക്കാം. 2ഉം -1ഉം -3ഉം എടുക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഈക്വൽ ടു 2 × നമുക്ക് എന്ത് കിട്ടും? 3 വരും. ദാറ്റ്സ് ഈക്വൽ ടു 6. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 × -1 ആദ്യം ചെയ്യാം, ദെൻ -3 ചെയ്യാം. അപ്പോൾ നമുക്ക് -2 × -3 തരും. ദാറ്റ്സ് ഈക്വൽ ടു 6. രണ്ടും 6 അല്ലേ? സോ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ഇൻ കേസ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമുക്ക് ഡിവിഷൻ്റെ കേസ് കൊണ്ട് നോക്കാം. ഡിവിഷൻ്റെ കേസിൽ -10 ഡിവൈഡഡ് ബൈ 2 10 ഡിവൈഡഡ് ബൈ -5 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് -10/2. -10/2ൻ്റെ വാല്യൂ എന്താണ്? -5. ഈക്വൽ ടു -5 ഡിവൈഡ് ബൈ -5. ആൻസർ ഈസ് 1. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തിരിച്ചെങ്ങനെ ചെയ്യാം? -10 അവിടെ തന്നെ വയ്ക്കുക, ഡിവൈഡ് ബൈ, എന്നിട്ട് 2 ഡിവൈഡ് ബൈ -5 ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? -10 അവിടെ തന്നെ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 2/5 എന്ന് ചെയ്താലോ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുക. ഒരു ക്ലാസ് തന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് പോയി കാണുക, എന്നിട്ട് പഠിച്ചിട്ട് ഇത് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി താഴത്തേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ -10 ഡിവൈഡഡ് ബൈ -2/5 എന്ന് പറയുമ്പോൾ -10 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുക, -5/2. മൈനസും മൈനസും ക്യാൻസലാവും, 50/2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 25. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. സോ ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിവിഷൻ്റെ കേസ്, ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ ഏതൊക്കെയാണ് അസോസിയേറ്റീവ്? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ അസോസിയേറ്റീവ് ആയിട്ടുള്ളൂ. ഡിവിഷനും സബ്സ്ട്രാക്ഷനും ഈസ് നോട്ട് അസോസിയേറ്റീവ്. നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിലും വോൾ നമ്പേഴ്സിൻ്റെ കേസിലും ആണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ തന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും പഠിച്ചു വയ്ക്കുക. അപ്പോഴേ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.